നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ട് പങ്കുവച്ച ഒരു ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് 5 മണിക്കൂറിലധികം നീക്കം ചെയ്യപ്പെട്ടു എന്നത് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമൊന്നുമല്ല. കോടിക്കണക്കിന് ജനങ്ങൾ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ജനനായകൻ്റെ ശബ്ദം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില ഡിജിറ്റൽ കുത്തകകൾ സെൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം കുത്തക കമ്പനികൾ തങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ജനാധിപത്യ സംവിധാനങ്ങളെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണിത്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെയും ഭരണഘടനാപരമായ പദവികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വിദേശ ശക്തികളുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ആന്തരിക അജണ്ടകളുടെ ഭാഗമായി ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മൗലികാവകാശങ്ങളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് തടയാൻ കർശനമായ നിയമ നടപടികൾ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷാ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആത്മവിശ്വാസം പകരുന്ന പ്രഭാഷണമായിരുന്നു യാതൊരുവിധ ന്യായീകരണവുമില്ലാതെ മെറ്റ പ്ലാറ്റ്ഫോമുകൾ പൂഴ്ത്തിവെച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക ഉല്ലാസവും പഠനത്തോടുള്ള ആത്മവിശ്വാസവും വളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആ ഒരു സംവേദനം രാജ്യത്തുള്ള യുവജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയായിരുന്നു വീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്തരമൊരു നിർണായക ഘട്ടത്തിൽ വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്ന് 5 മണിക്കൂറോളം അപ്രത്യക്ഷമായത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോടും യുവജനങ്ങളോടുമുള്ള വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണേണ്ടത്. രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ നയിക്കുന്ന ഭരണാധികാരിയുടെ വാക്കുകൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ ബോധപൂർവമായ എന്തെങ്കിലും ഇടപെടലുകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ പുരോഗതിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ യുവജനങ്ങളുടെ ഉന്നമനത്തെയോ കാണാൻ ആഗ്രഹിക്കാത്ത ചില ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് ഈ ഡിജിറ്റൽ കമ്പനികൾ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. രാജ്യത്തിൻ്റെ നട്ടെല്ലായ യുവത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവരിൽ നിരാശ പരത്താനും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം ആസൂത്രിത നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കേണ്ടത് ഓരോ ദേശസ്നേഹിയുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് IT പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷികാന്ത് ദുബെയുടെ നേതൃത്വത്തിൽ എടുത്ത ശക്തമായ നിലപാട് ജനാധിപത്യത്തോട് നീതി പുലർത്തുന്ന ഒന്നാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികളെ നേരിട്ട് വിളിച്ചു വരുത്തി നടത്തിയ ഉന്നതതല ചർച്ചയിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വിദേശ കമ്പനികൾ ബാധ്യസ്ഥരാണെന്ന് സമിതി കർശനമായി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാമെന്ന മെറ്റയുടെയും മറ്റ് ഡിജിറ്റൽ ഭീമന്മാരുടെയും ധാർഷ്ട്യത്തിന് കടിഞ്ഞാണിടുന്നതാണ് പാർലമെൻ്ററി സമിതിയുടെ ഈ ഇടപെടൽ. പാർലമെൻറ്റിനേക്കാളും നിയമത്തെക്കാളും വലുതാണ് തങ്ങളെന്ന് കരുതുന്ന കുത്തക കമ്പനികൾക്ക് കൃത്യമായ സന്ദേശമാണ് ഈ യോഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. MP നിഷികാന്ത് ദുബെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് നേരെ ഉണ്ടായ ഈ അപമാനകരമായ നടപടിയിൽ മെറ്റ CEO മാർക്ക് സുക്കർബർഗ് നേരിട്ട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന ആവശ്യം രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന ആരെയും വച്ചു പൊറുപ്പിക്കില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണിത്. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിലെ സെക്ഷൻ 79 പ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകി വരുന്ന സേഫ് ഹാർബർ എന്ന നിയമപരിരക്ഷ റദ്ദാക്കണമെന്ന ശക്തമായ ആവശ്യം ഇപ്പോൾ രാജ്യത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്പനികൾക്ക് ഒഴിവാക്കൽ നൽകുന്നതാണ് ഈ ഒരു സേഫ് ഹാർബർ വ്യവസ്ഥ. അതായത് പ്ലാറ്റ്ഫോമിലൂടെ എന്ത് തെറ്റായ വിവരങ്ങളോ ദേശവിരുദ്ധ ഉള്ളടക്കങ്ങളോ പ്രചരിച്ചാലും അതിൻ്റെ പേരിൽ കമ്പനികൾ നേരിട്ട് നിയമ നടപടികൾ നേരിടേണ്ടി വരാത്ത ഒരു സുരക്ഷിതത്വമാണ് ഇതുവരെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ നിയമപരിരക്ഷയുടെ മറവിലാണ് മെറ്റയും മറ്റു കമ്പനികളും ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായ നീക്കങ്ങൾക്കും സെൻസർഷിപ്പുകൾക്കും കൂട്ടുനിൽക്കുന്നത്. സുക്കർബർഗ് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ ഈ നിയമപരിരക്ഷ പൂർണ്ണമായും എടുത്തു കളയണമെന്ന മുന്നറിയിപ്പാണ് പാർലമെൻ്ററി സമിതി നൽകിയിരിക്കുന്നത്. ഈ പരിരക്ഷ റദ്ദാക്കപ്പെട്ടാൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ നിയമവിരുദ്ധ ഉള്ളടക്കത്തിനും വ്യാജ പ്രചാരണങ്ങൾക്കും കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് കേസും ജയിൽ ശിക്ഷയും അടക്കമുള്ള കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും.
ഇത് ഡിജിറ്റൽ കമ്പനികളുടെ അലസവും ഉത്തരവാദിത്വമില്ലാത്തതുമായ സമീപനത്തിന് വലിയൊരു തിരിച്ചടിയുമായിരിക്കും. പ്രധാനമന്ത്രിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നും അത് ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ അസ്ഥിരപ്പെടുത്തുന്നതാണെന്നും രാജ്യത്ത് ആഭ്യന്തര അശാന്തി സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണെന്നുമുള്ള ഗൗരവമേറിയ ആരോപണമാണ് നിഷികാന്ത് ദുബെ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കുതിച്ചുചാട്ടത്തെ സഹിക്കാനാവാത്ത ചില ബാഹ്യശക്തികളും അവരുടെ താൽപ്പര്യങ്ങൾക്ക് സേവനം ചെയ്യുന്ന ചില ഡിജിറ്റൽ ലോബികളും ചേർന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശങ്ങൾ എത്തിക്കാനും ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ വിശ്വസ്തത തകർക്കാനും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ബോധപൂർവം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്ക് സോഷ്യൽ മീഡിയ കമ്പനികൾ ഇടം നൽകുന്നത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയൊരു ആപത്ത് കൂടിയാണ്. ഈ ഒരു ഗൂഢനീക്കങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടത് രാജ്യത്തെ നിയമപാലകരുടെയും ഭരണകൂടത്തിൻ്റെയും കടമ കൂടിയാണ്. ദേശവിരുദ്ധ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആരെയും ഇന്ത്യയുടെ മണ്ണിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഈ സംഭവത്തിലൂടെ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീഡിയോ നീക്കം ചെയ്ത വിഷയം മാത്രമല്ല, മറിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പൊതുസമൂഹത്തിന് നൽകുന്ന മറ്റ് വലിയ തിന്മകളെയും പാർലമെന്ററി സമിതി ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ചൂഷണങ്ങളും വർദ്ധിച്ചു വരുന്നതിലും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങളും ഉള്ളടക്കങ്ങളും പ്ലാറ്റ്ഫോമുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പ്രചരിപ്പിക്കുന്നതിലും സോഷ്യൽ മീഡിയ കമ്പനികൾ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും IT മന്ത്രാലയത്തിൻ്റെയും കർശനമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാൻ ഇത്തരം ആഗോള കമ്പനികൾ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. ലാഭക്കൊതി മാത്രം മുന്നിൽ കണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ഒരു നിലപാടാണ് മെറ്റയും ഗൂഗിളും എക്സും അടക്കമുള്ള കമ്പനികൾ സ്വീകരിക്കുന്നത്. ഇത്തരം നഗ്നമായ നിയമലംഘനങ്ങൾക്കും ഗുരുതരമായ വീഴ്ചകൾക്കുമെതിരെയാണ് സമിതി കമ്പനികൾക്കുള്ള നിയമപരിരക്ഷ ഒഴിവാക്കണമെന്ന് കടുത്ത ശുപാർശ നൽകിയിരിക്കുന്നത്. സമൂഹത്തിൽ അരാജകത്വവും അധാർമികതയും പരത്താൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിൽ ബിസിനസ് നടത്തി കോടികൾ ലാഭം കൊയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ നിയമങ്ങളെയും സംസ്കാരത്തെയും കാൽ കീഴിൽ ചവിട്ടിമെതിക്കുന്ന ഡിജിറ്റൽ ഭീമന്മാരുടെ നിലപാടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ വളരെ കർശനമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എക്സ്, ഗൂഗിൾ, മെറ്റ, സ്നാപ്ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയ ലോകത്തിലെ മുൻനിര പ്ലാറ്റ്ഫോമുകളുടെ പ്രതിനിധികളാണ് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനവും ഇവിടുത്തെ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വിധേയരായിരിക്കാൻ ബാധ്യസ്ഥരാണെന്ന കാര്യം ഈ കമ്പനികളെ ഓർമ്മിപ്പിക്കാൻ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്തു നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന അൽഗോരിതങ്ങളുടെയും നയങ്ങളുടെയും പേരിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കാൻ ഡിജിറ്റൽ കമ്പനികൾ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ തന്നെ പ്രതിസന്ധിയിലാകുന്ന ശക്തമായ നിയമപരമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്ര മന്ത്രാലയവും സമിതിയും ചേർന്ന് നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പക്ഷപാതിത്വവും ഇരട്ടത്താപ്പും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് താൽപ്പര്യമുള്ള പ്രത്യയശാസ്ത്രങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയും രാജ്യസ്നേഹപരവും ദേശീയവുമായ ആശയങ്ങളെ ബോധപൂർവം അടിച്ചമർത്തുകയും ചെയ്യുന്ന അപകടകരമായ സെൻസർഷിപ്പ് രാഷ്ട്രീയമാണ് മെറ്റ പോലുള്ള കമ്പനികൾ നടപ്പിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് ഭീമന്മാർ ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന വലിയൊരു രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഫാസിസ്റ്റ് പ്രവണതയാണ്. പ്രധാനമന്ത്രിയുടെ വീഡിയോ 5 മണിക്കൂറുകളോളം നീക്കം ചെയ്തതിന് പിന്നിലെ സാങ്കേതിക തകരാർ എന്ന ന്യായീകരണം വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സെൻസർഷിപ്പ് തന്നെയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആഗോളതലത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായി നടിക്കുന്നവർ തന്നെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കാപട്യത്തെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഈ ഒരു അപമാനകരമായ നടപടി രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് വരുന്ന ദേശസ്നേഹികളായ ജനങ്ങളിൽ വലിയ അമർഷവും പ്രതിഷേധവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന ഏത് നീക്കത്തിനെതിരെയും സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന സന്ദേശമാണ് ഈ ഒരു സംഭവം നൽകുന്നത്. രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് നേരെ വിദേശ കുത്തക കമ്പനികൾ നടത്തുന്ന ഇത്തരം കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ദേശീയ കടമയാണ്. സുക്കർബർഗ് പരസ്യമായി മാപ്പ് പറയണമെന്ന പാർലമെന്ററി സമിതിയുടെ ആവശ്യം വെറുമൊരു വ്യക്തിപരമായ ആവശ്യമല്ല.
ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്മേലേറ്റ മുറിവിനുള്ള ഔദ്യോഗികമായ മറുപടി കൂടിയാണത്. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെയും ജനങ്ങളുടെ വികാരങ്ങളെയും മാനിക്കാൻ തയ്യാറാകാത്ത ഏത് വലിയ ആഗോള കമ്പനികളെയും മുട്ടുകുത്തിക്കാൻ ഇന്ത്യയിലെ നിയമങ്ങൾക്കും ജനാധിപത്യ സംവിധാനങ്ങൾക്കും കഴിയുമെന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ ഒരു ശക്തമായ നീക്കം. ഇന്നത്തെ സംഭവ വികാസങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഡിജിറ്റൽ ലോകത്തെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ശക്തവും സമഗ്രവുമായ പുതിയ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. പണ്ടത്തെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ സമൂഹത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളാണ്. അതിനാൽ ഈ ഒരു പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും താൽപ്പര്യങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന കമ്പനികളെ കഠിനമായി ശിക്ഷിക്കാനും കഴിയുന്ന ശക്തമായ നിയമങ്ങൾ അടിയന്തരമായി കൊണ്ടുവരേണ്ടതുണ്ട്. സേഫ് ഹാർബർ നിയമപരിരക്ഷ പൂർണ്ണമായും പുനഃപരിശോധിച്ചുകൊണ്ട് കമ്പനികൾക്ക് ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ടു പോകാൻ ഈ കർശന നടപടികൾ ഏറെ സഹായിക്കും. ഡിജിറ്റൽ ലോകത്തെ കാട്ടുനീതിക്ക് അറുതി വരുത്തി നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ആധിപത്യം സ്ഥാപിക്കുന്ന ചരിത്രപരമായ ഒരു വഴിത്തിരിവായിരിക്കും ഈ പാർലമെൻ്ററി സമിതിയുടെ ഇടപെടൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലും ജനാധിപത്യ സംവിധാനത്തിന്മേലുമേറ്റ കനത്ത പ്രഹരമാണെങ്കിലും അതിനെതിരെ പാർലമെൻ്ററി സമിതിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച ശക്തമായ നിലപാട് രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണ്. മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യവും സേഫ് ഹാർബർ നിയമപരിരക്ഷ റദ്ദാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും ഡിജിറ്റൽ കുത്തക കമ്പനികൾക്കുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും സംസ്കാരത്തിനും അതീതമായി ആരും വളർന്നിട്ടില്ലെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ആരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുമെന്നതുമാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.